നമസ്കാരം. ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ്. യാത്ര തിരുപ്പൂര് മെഡിക്കൽ കോളേജിലേക്കാണ്. കാരണം വെച്ചാൽ മൂത്ത മകള് ഷസ്മീൻ റാഫി അവിടെയാണ് MBBS പഠിക്കുന്നത്, ഫസ്റ്റ് ഇയർ ആണ്. ഇന്ന് അവരുടെ ആദ്യ വർഷത്തെ ഫസ്റ്റ് പാരൻസ് മീറ്റിംഗ് ആണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്നൊരു യാത്രയായിട്ട് ഇറങ്ങിയതാണ്. ഇന്നത്തെ യാത്രയുടെ വിവരങ്ങളാണ് നമ്മൾ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏവർക്കും ഞങ്ങൾ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് പാലക്കാട് ബൈപ്പാസിലുള്ള അതിഥി റെസ്റ്റോറൻറ്റിലാണ്. ചെറിയ കടയാണ്, നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന കടയാണ്. അപ്പോൾ അവിടെ നേരത്തെ എപ്പോഴും കയറുന്ന സ്ഥലമാണ്, അതുകൊണ്ട് അവിടെയാണ് ഫുഡിനായിട്ട് കയറിയത്. ഞങ്ങൾ ഏകദേശം 4 മണിക്കൂർ യാത്ര ചെയ്ത് 174 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ എത്തി. രാവിലെ 10:30 എത്തി. ഗേറ്റ് കടന്ന ഉടനെ OP ബ്ലോക്കും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുമാണ് ഉള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ കോളേജിൻ്റെ മുന്നിലേക്ക് എത്തി. ഇതാണ് തിരുപ്പൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. ഏകദേശം 40 ഏക്കർ സ്ഥലത്ത് നിലകൊള്ളുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. 2021 ഓപ്പണായത്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ബാച്ച് ഈ വർഷം കഴിഞ്ഞിറങ്ങും. ഇവിടെയാണ് മകൾ പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവളെ കാണാൻ വേണ്ടി PTA മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതാണ്. ഇത് വലിയ മെഡിക്കൽ കോളേജാണ്, ഇഷ്ടംപോലെ സ്ഥല സൗകര്യമുണ്ട്. ഓക്കെ, ഇതാണ് കോളേജ്. ഞങ്ങള് ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. ഈ പാരൻസ് മീറ്റിംഗ് അല്ലേ, അവരെങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ പോവാണ്. എത്ര ഫ്ലോറാ? ഓരോ ഫ്ലോറിലും ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഇത് ഫുള്ള് കോളേജ് ബിൽഡിംഗ് അല്ലേ? ഫുള്ളായിട്ട് കോളേജിന്റെ വരാന്തകളിലെ ഇങ്ങനെ പല അസുഖങ്ങളെ കുറിച്ചൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള മനോഹരമായ ക്യാമ്പസാണ്. തമിഴ്നാട്ടിലെ ക്യാമ്പസുകളൊന്നും അത്ര മോശമല്ല. ഇത് ഓരോ ഫ്ലോറിലെയും എന്തൊക്കെയാണ് ഡിപ്പാർട്ട്മെൻ്റ് ഏതൊക്കെയാണ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ റാഗിങ്ങിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം കർശനമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. റാഗിങ്ങിൻ്റെ പ്രശ്നം അവിടെ ഇല്ല, വളരെ കാം ആൻഡ് ക്വയറ്റാണ്. ഇഷ്ടംപോലെ ഏരിയ ഇത് പിന്നെ കോളേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്നതാണ്. അവിടെ ബിൽഡിങ്ങുകളൊക്കെ എല്ലാ സൗകര്യങ്ങളും ഒരു പ്രത്യേക രീതിയിൽ നല്ല കളർഫുള്ളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. തമിഴ്നാടിൻ്റെ ഒരു രീതിയാണത്. പിന്നെ വലിയ പഴക്കമില്ല, 5 വർഷത്തെ പഴക്കലുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ഭംഗി അതിന് കാണുന്നുണ്ട്. ഡീനാണ് നിങ്ങളെ ഹെഡ് അല്ലേ? നിങ്ങളുടെ കോളേജിൻ്റെ ഈ കോളേജിൻ്റെ ഏറ്റവും വലിയ ഹെഡിൻ്റെ ക്വാർട്ടേഴ്സ് അല്ലേ? ഡീൻ ക്വാർട്ടേഴ്സ്. ഇതാണ് ബോയ്സ് ഹോസ്റ്റൽ കേട്ടോ. ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാ ലെക്ചേഴ്സിനെയും കണ്ട് സംസാരിച്ച് അതിനുശേഷം ഞങ്ങൾ കൂടെ നാട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ അവളുടെ ഹോസ്റ്റലിലേക്ക് പോവാണ്. ഒറ്റ കോമ്പൗണ്ടിലാണ്, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. എങ്കിലും ഞങ്ങൾ വണ്ടിയിൽ അങ്ങനെ അവളുടെ ഹോസ്റ്റലിലേക്ക് അവളുടെ ബാഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഗേൾസ് ഹോസ്റ്റൽ. ഇനി ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ നാട്ടിലേക്ക് ഞങ്ങൾ കൂടെ അവൾ പോരുകയാണ്. 4 ദിവസത്തെ അവധിയാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് ശരണഭവനിൽ നിന്നാണ്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. സദ്യ, നല്ല എല്ലാ വിഭവങ്ങളുള്ള ഒരു സദ്യ ഉണ്ടായിരുന്നു. അടിപൊളി നല്ല ഫുഡാണ്. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ കോയമ്പത്തൂർ ഒരു മാളിലൊക്കെ ഒന്ന് കയറി നേരെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പാലക്കാട് നിന്നാണ് നൈറ്റ് ഫുഡ് കഴിച്ചത്. പാലക്കാട് മിൽമയുടെ ഒരു ഷോപ്പ്. അപ്പോഴേ PTA മീറ്റിംഗ് കഴിഞ്ഞപ്പോഴേ നമ്മുടെ ഡോക്ടർക്ക് വലിയ അഭിപ്രായങ്ങൾ കുറച്ച് പ്രശ്നമാണല്ലോ. 5 വർഷം ബാക്കിയുണ്ട്. പിന്നെ പ്രാക്ടിക്കലൊക്കെ ഓക്കെയാണ്, പക്ഷെ തിയറിയാണ് തിയറിയിലാണ് പ്രശ്നം പറഞ്ഞത്. പ്രസന്റ് ഒക്കെ ഉണ്ട്,
പ്രസന്റ് ഒക്കെ ഉണ്ട്, പക്ഷേ തിയറിയിലെ മാർക്ക് കുറവാണ്. എന്താണ് മുന്നോ? ഹാർഡ് വർക്ക് കുറവാ? ശരിയാവും അല്ലേ? അടുത്ത മീറ്റിങ്ങിന് അത് കോളേജ് കഴിഞ്ഞിട്ട്. മോമോസ്, ഫ്രഞ്ച് ഫ്രൈസ്, ഷേക്ക്. ഇതിന് ഫ്ലവർ രസം. ക്ലബ് സാൻഡ്വിച്ച്, coffee and chai, DP's Royal Faluda with that thing. എന്താണ് സിഞ്ചോജ് കഴിക്കുന്നത്? സാൻഡ്വിച്ചാ? ഞാൻ പ്രൊമോഷന് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഏവർക്കും ബൈ.